ഇന്ന് വന്നിരിക്കുന്നത് ആനിവേഴ്സറി കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ്. ഇത് ബട്ടർ സ്കോച്ച് കേക്കാണ്. 1 kg ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു എനിക്ക്. അപ്പോൾ ആനിവേഴ്സറി കേക്കായിരുന്നു നമ്മുടെ തീം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ നൈഫ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴെ നമ്മൾ ബോർഡറായിട്ട് ഇതുപോലത്തെ ബ്രഷ് വെച്ചിട്ടാണ് ഒരു ഡിസൈൻ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ ഒരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കുന്നത് ഇതുപോലത്തെ റോസ് ഫ്ലവറാണ്. ഇതുപോലത്തെ 3 ഫ്ലവറാണ് ഞാൻ കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 3 ഫ്ലവറും ഇതുപോലെ നേരെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ ലവിൻ്റെ ഇതുപോലത്തെ ഒരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, ഗോൾഡൻ കളർ സ്റ്റിക്കർ. അതും ഇതിൻ്റെ മുകളിൽ താഴെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കേക്കിൽ പേര് ചെയ്താണ്. അപ്പോൾ ആനിവേഴ്സറി കേക്കാണ്. അപ്പോൾ ഷംല സലീം ഒമർ ഹൈസിങ് എന്നാണ് പേര്. അപ്പോൾ അവരുടെ പേരും കൂടി ഇതിൽ എഴുതുന്നുണ്ട്. അപ്പോൾ ഇതാണ് പേര്. പിന്നെ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഷുഗർ ബോൾസ് വെച്ചാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് കളറിൽ ഷുഗർ ബോൾസ് ഇതുപോലെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡിലും ഇട്ട് കൊടുക്കണം. കുറച്ച് ചെറിയ ഷുഗർ ബോൾസ് മുകളിൽ ഇങ്ങനെ വെതറിയും കൊടുക്കാം. പിന്നെ സൈഡിൽ ഇതുപോലെ ഓരോ വലിയ വലിയ ബോൾസും ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമ്മുടെ ചെറിയ ബോൾസ് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് എറിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ കേക്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോളും. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയും ഉണ്ടായിരുന്നു നമ്മുടെ ഈ കേക്ക്. കേക്കിൻ്റെ മുകളിൽ ഇനി നമ്മൾ ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ സ്റ്റിക്കും കൂടി കൊത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇത്രയുള്ളൂ നമ്മുടെ കേക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.